ജസ്പ്രീത് ബുംറ കഴിഞ്ഞ ദിവസം തോൽവി ഉറപ്പിച്ച മത്സരത്തെ വിജയത്തിലേക്ക് എത്തിച്ച ദി റിയൽ കിങ്. കളിക്കളത്തിലെ ഇന്ത്യയുടെ തകർച്ച കണ്ടപ്പോൾ ഇത് തന്നെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് മുൻ പാകിസ്ഥാനി ഫാസ്റ്റ് ബോളറായ വഖാൻ യൂനിസ് കമന്ററി ബോക്സിലൂടെ പറഞ്ഞത്. പക്ഷേ ആ സന്തോഷം സങ്കടമാക്കാൻ അധികം സമയം വന്നില്ല. ബുംറ തന്റെ കയ്യിൽ പന്ത് പിടിച്ചപ്പോൾ പിന്നെ കളിയുടെ ഗതി മാറി. വെറും 8% വിജയ സാധ്യതയിൽ നിന്ന് മാച്ച് ഇന്ത്യൻ ടീമിന്റെ കൈക്കുള്ളിലായതിന്റെ കാരണക്കാരൻ ബുംറ തന്നെയാണ്. നാസൌ കൗണ്ടി സ്റ്റേഡിയത്തിലെ പിച്ച് ബൗളർമാർക്ക് അനുയോജ്യമായ പിച്ച് ആണെന്ന് മുൻ മാച്ചുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. 100ന്റെ മുകളിലേക്ക് റൺസ് നേടാൻ കഴിഞ്ഞത് ചുരുക്കം ചില ടീമുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസവും ആ കളിക്കളത്തിൽ മറ്റൊന്നും സംഭവിച്ചില്ല. ബൗളർമാരുടെ അഴിഞ്ഞാട്ടം തന്നെ അവിടെ കാണാൻ സാധിച്ചു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയത് ഇന്ത്യൻ ടീമാണ്. പാക് ബൗളർമാർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ പൂട്ടി. അങ്ങനെ ഇന്ത്യ 19 ഓവറിൽ 119 റൺസുമായി ഓൾ ഔട്ടായി. ശേഷം ബാറ്റിങ്ങിനായി പാക് പട കളിക്കളത്തിലിറങ്ങി. ആദ്യ 2 ഓവറിൽ തന്നെ ഇന്ത്യൻ ബാറ്റർമാരുടെ വിക്കറ്റ് വീണിരുന്നു എങ്കിൽ ഇന്ത്യൻ ബൗളർമാർക്ക് അതിന് സാധിച്ചില്ല. ബുംറയുടെ പന്ത് റിസ്വാൻ നേരിട്ടപ്പോൾ അവിടെ ഒരു വിക്കറ്റ് പ്രതീക്ഷിച്ചു. പക്ഷേ ശിവം ദുബെ അത് മിസ് ചെയ്ത് അങ്ങനെ ആ വിക്കറ്റ് നേടാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. പക്ഷേ ബുംറ വിട്ടുകൊടുത്തില്ല. 4ാമത്തെ ഓവറിൽ 3ാമത്തെ ബോളിൽ ബുംറ ആദ്യ വിക്കറ്റ് നേടി. പക്ഷേ അതേസമയം പാക് പട പന്ത് ബൗണ്ടറികൾ കടത്തിയതോടെ ഇന്ത്യൻ ബൗളിംഗ് നിര സമ്മർദ്ദത്തിലായി. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ 36 പന്തുകളിൽ നിന്ന് 40 റൺസുകൾ മാത്രം നേടിയാൽ വിജയം കാണാം എന്ന നിലയിലേക്ക് മാച്ച് എത്തി. പാകിസ്ഥാന്റെ സ്റ്റാർ ബാറ്ററായ മുഹമ്മദ് റിസ്വാൻ ക്രീസിൽ തന്നെ ഉണ്ടായിരുന്നു. റിസ്വാനെ ആദ്യമേ ഔട്ടാക്കാൻ ലഭിച്ച അവസരം ശിവം ദുബെ നഷ്ടപ്പെടുത്തിയെങ്കിലും ബുംറ തന്റെ ഒരു തകർപ്പൻ പന്തിലൂടെ റിസ്വാന്റെ ഓഫ് സ്റ്റംപ് ഇങ്ങെടുത്തു. അതോടെ കളി ഇന്ത്യക്ക് അനുകൂലമായി. തോൽവി ഉറപ്പിച്ച കാണികൾ ജസ്പ്രീത് ബുംറ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വീണ്ടും ആവേശത്തിലേക്ക് എത്തി. വിൻ പ്രഡിക്റ്റർ പ്രകാരം പാകിസ്ഥാന് 84% വിജയസാധ്യതയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ബുംറ നിറഞ്ഞാടി. 12 പന്തുകളിൽ നിന്ന് 21 റൺസ് സ്കോർ ചെയ്താൽ പാകിസ്ഥാന് ജയിക്കാമായിരുന്നു. 19ാമത്തെ ഓവറിൽ ബുംറ വഴങ്ങിയത് വെറും 3 റൺസ് മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ പാക് പടയെ ബുംറ വലിച്ചു മുറുക്കി. പിച്ചിൽ നിന്ന് പിന്തുണ ലഭിക്കുമ്പോൾ ഫുൾ ലെങ്തിൽ പന്തെറിയാൻ താൻ ശ്രമിച്ചു. ചിലപ്പോൾ അത് മാജിക് പന്തുകളായി മാറും. ഇന്ത്യൻ ടീം പന്തെറിയാൻ എത്തിയപ്പോൾ സ്വിങ്ങും പേസും കുറഞ്ഞു. റൺസ് അടിക്കാൻ എളുപ്പമായി. വിജയിക്കാൻ എത്ര റൺസ് വേണമെന്ന് പാകിസ്ഥാന് അറിയാമായിരുന്നു. അതിനാൽ പാകിസ്ഥാനെതിരെ മാജിക് പന്തുകൾ പരീക്ഷിക്കാതെ ലൈനും ലെങ്തും കൃത്യമാക്കാൻ ശ്രമിച്ചു. മാച്ചിന് ശേഷമുള്ള ബുംറയുടെ വാക്കുകളാണ് ഇവ. അമേരിക്കയിലേക്ക് ബാഗും പാക്ക് ചെയ്ത് വന്നത് വെറുതെയായില്ല. പിച്ചിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ പരമാവധി ഉപയോഗിക്കും. താൻ ചെറുപ്പം മുതൽ ഒരുപാട് ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ബാറ്റർമാർക്കും ബൗളർമാർക്കും ഒരുപോലെ പിന്തുണ ലഭിക്കുന്ന മത്സരങ്ങൾ കാണാനാണ് താൻ ഇഷ്ടപ്പെടുന്നത്. ബാറ്റിംഗ് പ്രകടനങ്ങൾ മാത്രമുണ്ടാകുമ്പോൾ താൻ TV ഓഫ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇന്ന് ബുംറ നേടിയ ഒരു സ്ഥാനമുണ്ട്. ആ ആരാധകർ ഇനിയും കാത്തിരിക്കുകയാണ് ബുംറയുടെ മാജിക് കാണാൻ, കണക്ക് കൂട്ടിയുള്ള അദ്ദേഹത്തിന്റെ ബൗളിംഗ് കാണാൻ.